ഫെബ്രുവരി 21 വിശുദ്ധ പീറ്റർ ഡാമിയൻ. 1007-1072 കാലഘട്ടം. മെത്രാനും വേദപാരംഗതനുമായിരുന്നു. റവേന നഗരത്തിൽ കുലീനമെങ്കിലും ദരിദ്രമായ ഒരു വലിയ കുടുംബത്തിലെ ഇളയ പുത്രനായിട്ടാണ് പീറ്റർ ജനിച്ചത്. ഒരു കുട്ടിയെയും കൂടി വളർത്താനുള്ള ഭാരമോർത്ത് അമർഷം പ്രദർശിപ്പിച്ച മൂത്ത മകൻ്റെ ക്രൂരസംതൃപ്തിക്ക് വേണ്ടി അമ്മ ശിശുവിന് പാൽ നൽകിയില്ല. പട്ടിണി കിടന്ന് മരിക്കാറായ ശിശുവിന് അയൽവാസി ഭക്ഷണം കൊടുത്തു. ബാല്യകാലത്ത് തന്നെ പീറ്ററിൻ്റെ മാതാപിതാക്കന്മാർ മരിച്ചു. ഒരു ജ്യേഷ്ഠ സഹോദരൻ അവനെ പന്നിനോട്ടക്കാരനായി നിയോഗിച്ചുവെങ്കിലും ആവശ്യമായ ഭക്ഷണം കൊടുത്തില്ല. കഷ്ടപ്പെടുന്ന പീറ്ററിൻ്റെ ഭക്തിയും സാമർഥ്യവും മനസ്സിലാക്കിയ അവൻ്റെ വൈദിക സഹോദരൻ ഡാമിയനെ തൻ്റെ കൂടെ താമസിപ്പിച്ചു. വിദ്യാഭ്യാസം നൽകി. പാർമ സർവകലാശാലയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 25-ാമത്തെ വയസ്സിൽ അവിടെ തന്നെ അധ്യാപകനായി ജോലി ആരംഭിച്ചു. സർവകലാശാലയിലെ ലൗകായതികത്വം യുവാവിന് ഇഷ്ടപ്പെടാഞ്ഞതിനാൽ 28-ാമത്തെ വയസ്സിൽ ഫോന്തെ അവെല്ലാന ആശ്രമത്തിൽ ചേർന്ന് സന്യാസം ആശ്ലേഷിച്ചു. നവസന്യാസിയായിരിക്കുമ്പോഴും അതിനുശേഷവും അതിരുകടന്ന് പ്രായശ്ചിത്തം ചെയ്ത് ക്ഷീണിച്ചു. വേദശാസ്ത്ര പണ്ഡിതനായ അദ്ദേഹം അവിടെ സഹോദര സന്യാസികളെ പഠിപ്പിക്കുവാൻ തുടങ്ങി. വിശുദ്ധ റോമുവാൾഡിൻ്റെ ജീവചരിത്രം അദ്ദേഹം രചിച്ചു. 1043 പീറ്റർ ഫോന്തെ അവെല്ലാന ആശ്രമത്തിൽ പ്രയോറായി. മരണം വരെ ആ സ്ഥാനം അലങ്കരിച്ചു. ശരീരത്തെ പ്രഹരിക്കുന്ന പ്രായശ്ചിത്തം ക്രമമായി ആശ്രമങ്ങളിൽ നടത്തണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. മൊന്തേ കസീനോയിലും അത് ആരംഭിച്ചു. ചില സന്യാസികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നുവെങ്കിലും പെട്ടെന്ന് അതിന് പ്രചാരം സിദ്ധിച്ചു. ഊണ് കഴിഞ്ഞ് ലഘുനിദ്ര ആശ്രമങ്ങളിൽ ആരംഭിച്ചതും പ്രായശ്ചിത്തപ്രിയനായ ഡാമിയൻ തന്നെയാണ്. തിരുസഭയുടെ നവീകരണത്തിലും അദ്ദേഹം ശ്രദ്ധിച്ചു. ലാറ്ററൻ സൂനഹദോസിൽ വിശുദ്ധ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും പണം സ്വീകരിച്ചുള്ള വ്യാപാരമായ സിമിണിക്കെതിരായി നിയമം പാസാക്കുന്നതിൽ അദ്ദേഹവും പങ്കുവഹിച്ചു. വൈദികരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം എഴുതിയ ഗൊമോറോ ഗ്രന്ഥം ഗൗരവമുള്ളതാണ്. 1057 പീറ്ററിനെ ഓസ്ട്രിയയിലെ മെത്രാനാക്കുകയും കർദിനാളാക്കി ഉയർത്തുകയും ചെയ്തു. കർദിനാൾ സ്ഥാനം വേണ്ടെന്ന് അദ്ദേഹം ശഠിച്ചുവെങ്കിലും അവസാനം മാർപ്പാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങി. പല കേസുകളും തർക്കങ്ങളും മാധ്യസ്ഥത്തിലൂടെ പരിഹരിക്കുവാൻ മാർപ്പാപ്പ കർദിനാൾ ഡാമിയനെ നിയോഗിച്ചിട്ടുണ്ട്. കരുണാമസൃണനായ അദ്ദേഹത്തിൻ്റെ നയം സദാ വിജയം വരിച്ചിരുന്നു. ആൻറ്റിപോപ്പായിരുന്ന മാഡലൂസിനെ അനുകൂലിച്ച റവേന ശീശ്മക്കാരെ റവേനയുടെ ആർച്ച് ബിഷപ്പ് മഹറോൻ ചൊല്ലി. കർദിനാൾ ഡാമിയൻ തീവ്രമായ പരിശ്രമത്തിലൂടെ മഹറോനിൽപ്പെട്ടവരെയെല്ലാം തിരുസഭയുമായി രമ്യപ്പെടുത്തി. 1072 ഫെബ്രുവരി 21 പീറ്റർ ഡാമിയൻ നിര്യാതനായി. 1828 12-ാം ലയോ മാർപ്പാപ്പ അദ്ദേഹത്തെ വേദപാരംഗതനെന്ന് നാമകരണം ചെയ്തു. ക്രിസ്തുവും സഭാസേവനവും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രഥമ സ്നേഹമായിരിക്കട്ടെ. അതിനായി വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ മാധ്യസ്ഥ നമുക്ക് തേടാം.